ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നാടൻ കരിങ്കോഴി കൊണ്ടുള്ള ഒരു കോഴിമരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ കരിങ്കോഴി കൊണ്ടാണ് കൂടുതലും നല്ലത്. നമുക്ക് കോഴിമരുന്ന് വയ്ക്കാൻ ഏറ്റവും നല്ലത് കരിങ്കോഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വെക്കുക, എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ കൂട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിവിടെ മേടിച്ചിട്ടുള്ളത് കോഴിമരുന്ന് ഉണ്ടാക്കാനായിട്ട് കരിങ്കോഴീനെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുട്ട ഇടാറായ ഒരു പ്രായമാണ് വേണ്ടത് നമുക്ക്. അതായത് മുട്ടയിട്ട് കുറേ നാളായ കോഴീനല്ല, എപ്പോഴും നമുക്ക് പെടക്കോഴീനെയാണ് വേണ്ടത്. അതിൽ കുറച്ച് ഞാൻ പറയാം. ഇത് നമ്മുടെ തക്കോലം, പിന്നെ കറുവപ്പട്ട, എടംപിരി, വലംപിരി എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടാണിത്. പിന്നെ കടുക്ക, ജാതിക്ക, ചെറിയ ജീരകം, നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ ഏലയ്ക്ക, ഉലുവ, ഇതെല്ലാം കുറേ 28 സൈസ് മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടാണിത് കേട്ടോ. ഇത് നമ്മുടെ മരുന്ന് കടയിൽ നമ്മൾ ചോദിച്ചാൽ മതി, നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്, നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് കൊണ്ടുവരാം. ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് കഴുത്ത് പിരിച്ച് കൊല്ലുക ചെയ്യരുത്. ഒറ്റയടിക്ക് കഴുത്ത് മുറിച്ച് അതിനെ കൊല്ലരുത്. കുറച്ച് മുറിച്ചിട്ട് അത് പതുക്കെ പതുക്കെ അതിൻ്റെ ബ്ലഡൊക്കെ പോയിട്ട് വേണം നമ്മൾ അത് എടുക്കാനായിട്ട്. അപ്പോഴേക്കും അത് ചത്തുപോകും. എല്ലാ വശം ഇതുപോലെ നമ്മൾ ഒന്ന് കരിച്ചെടുക്കാം. നമ്മളിതേ കോഴിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നെയ്യുണ്ട് ഈ കോഴിക്ക്. ഇത് മുട്ട ഇട്ടിട്ടില്ല, മുട്ട ഇടാറായി വന്നിട്ടുണ്ടായുള്ളൂ. മുട്ട ഉണ്ടായി തുടങ്ങി ഇതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞതായിട്ട്. അപ്പം നമുക്കിനി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് ഇങ്ങനെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മസാലയിൽ മഞ്ഞളുണ്ട്. അപ്പം എന്നാലും ഞാനൊരു ലേശം ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണിത്. നാടൻ കോഴിക്ക് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ 1/4 പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വെള്ളമില്ലാണ്ട് നമ്മൾ പാലെടുക്കണം. കണ്ട നല്ല കട്ടിയില്ലേ പാത്രത്തിലുണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ നമുക്ക് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മരുന്ന് കോഴിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളൊരു 200 വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 200 നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മളെ മരുന്നുകൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. വെന്ത് വരട്ടെ. വെന്ത് വെള്ളം വറ്റി വരണം. നമുക്ക് എന്തായാലും നോക്കാം. തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ ചേർക്കുന്നുണ്ട് നല്ലതാണ്, നമുക്ക് വയറിനൊക്കെ വളരെ നല്ലതാണ് നമ്മളിത് ചേർക്കുന്നത് കൊണ്ട്. നമ്മളതേ 4 വശത്തേക്ക് കൊണ്ട് നീക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യുണ്ട് ഇതിൽ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടുണ്ട്, അത് കാരണം വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് ഒഴിക്കാം. എണ്ണയാണ് ശരിക്കും നമുക്ക് വേണ്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം നമുക്ക്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചുകൊണ്ടുവന്ന കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ടേ, നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഒരുമിച്ചൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോഴിക്ക് നന്നായിട്ട് നെയ്യുണ്ടായി, അതുകൊണ്ട് നന്നായിട്ട് നെയ്യ് ഇറങ്ങി വരുമായിരുന്നു. നമ്മളിങ്ങനെ കോഴിമരുന്ന് ഉണ്ടാക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട കേട്ടോ. കൊടുത്താലും കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ പച്ചവെള്ളം നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല, ചൂടുവെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ പാടില്ല, പുറത്തിരുന്ന് കഴിക്കാൻ പാടില്ല. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാം. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വെള്ളം താകം വരും. അപ്പോൾ നമ്മൾ കഴിവതും ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മതി കേട്ടോ. ഒരു നേരം കിടക്കാൻ നേരം മാത്രം കഴിക്കുക. അത് പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 2 നേരം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതായത് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, അങ്ങനെ ഈ ഒറ്റ വരുന്ന ദിവസങ്ങളാണ് ഇതിൽ കഴിച്ച് തീർക്കേണ്ടത്. അത് നമ്മൾ കഴിക്കാൻ നേരത്തെ ഒന്നെടുത്ത് ചൂടാക്കുക, നമ്മൾ കഴിക്കുക, അത്രയേ ഉള്ളൂ. പുറത്ത് വെച്ചാലും കേടാവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് മാത്രം, നമ്മളിപ്പോൾ നമുക്ക് മഞ്ഞുകാലമാണ് വരുന്നത്. കർക്കിടക മാസം കഴിഞ്ഞാലും നമുക്കിത് കഴിക്കാം കേട്ടോ. പിന്നെ ചിങ്ങത്തിലായാലും ഇടയ്ക്കൊക്കെ മഴ ഉണ്ടല്ലോ, തണുപ്പ് സമയം തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് കർക്കിടകം കഴിഞ്ഞാലും നമുക്കിത് വെച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് നമ്മൾ ഭാരമുള്ള പണികളൊന്നും എടുക്കാൻ പാടില്ല. ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുക്കണം. അല്ലാത്ത പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓഫീസ് വർക്കിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.